വന്ദേ ഭാരതിന്റെയും അമൃത് റെയിൽവേ സ്റ്റേഷനുകളുടെയും പേരിൽ പെരുമ്പറ മുഴക്കുന്ന മോദിയും സംഘവും ഈ രാജ്യത്തെ സാധാരണക്കാരായ കോടിക്കണക്കിന് റെയിൽവേ യാത്രക്കാർക്ക് വേണ്ടി എന്തു ചെയ്തു? ജനറൽ കോച്ചുകളുടെയും സ്ലീപ്പർ കോച്ചുകളുടെയും എണ്ണം വെട്ടിക്കുറച്ച് AC കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. കേരളത്തിൽ പകൽ സമയ വണ്ടികളിലെ തിരക്ക് താങ്ങാനാകാതെ യാത്രക്കാർ തലചുറ്റി വീഴുന്നു. റിസർവേഷന്റെ ജനറൽ കോട്ട വെട്ടിക്കുറച്ച് തൽക്കാലം പിന്നീട് പ്രീമിയർ തൽക്കാലം ഏർപ്പെടുത്തി ഡൈനാമിക് പ്രൈസിംഗ് നടപ്പിലാക്കി. അങ്ങനെ ചാർജ് 7 മടങ്ങ് വരെ വർദ്ധിപ്പിച്ചു. രാജ്യമെമ്പാടും പാസഞ്ചർ ട്രെയിനുകൾ റദ്ദാക്കി. കോവിഡ് അനന്തരം സീനിയർ സിറ്റിസൺ കൺസെഷൻ റദ്ദാക്കി. ക്യാൻസലേഷൻ ചാർജ് ഭീമമായി വർദ്ധിപ്പിച്ചു. പ്ലാറ്റ്ഫോമുകളിലെ വിശ്രമ മുറികൾക്ക് ഫീസ് ഏർപ്പെടുത്തി. ലക്ഷക്കണക്കിന് റെയിൽവേ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ച് റെയിൽവേ യാത്രക്കാരുടെ സുരക്ഷ ഇല്ലാതാക്കി. ഒഡീഷയിൽ 500-ലധികം പേർ മരണപ്പെട്ട ദുരന്തം ഉൾപ്പെടെ 200-ലധികം അപകടങ്ങളുണ്ടായി. പതിറ്റാണ്ടുകളിലൂടെ പടുത്തുയർത്തിയ ഇന്ത്യൻ റെയിൽവേയുടെ ആസ്തികൾ ഒന്നൊന്നായി സ്വകാര്യ മുതലാളിമാർക്ക് തീരെഴുതുന്നു. റെയിൽവേ വികസനത്തിന്റെ പേരിൽ മോദിയും സംഘവും നടത്തുന്ന കള്ളപ്രചാരണത്തെ തിരിച്ചറിയുക. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നാടുമുടിക്കുന്ന BJP ഭരണത്തെ പുറത്താക്കുക. ജനകീയ സമര രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുക.